നമസ്തേ. സുഭാഷിതം. സ്നാതമശ്വം ഗജം മത്വം വൃഷഭം കാമമോഹിതം ശൂദ്രമക്ഷരസംയുക്തം ദൂരത പരിവർജയേത്. കുളിച്ചു വരുന്ന കുതിരയുടെയും മതിച്ചു വരുന്ന ആനയുടെയും പശുവിൻ പിമ്പെ പാഞ്ഞ് വരുന്ന കാളയുടെയും വിദ്യാഭ്യാസം ചെയ്ത ദുഷ്ടരുടെയും അടുക്കൽ ചെല്ലരുതെന്നറിയുക. അപ്പോൾ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ് ഈ സുഭാഷിതത്തിൽ പറയുന്നത്. ആരുടെ അടുത്ത് നമ്മൾ ചെല്ലാൻ പാടില്ല? കുളിച്ചു വരുന്ന കുതിര. കുളിച്ചിട്ട് വരുന്ന കുതിരയുടെ അടുത്ത് ചെന്നാൽ നല്ല സുഖമായിരിക്കും, പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇപ്പം ജീവൻ പോയത് തന്നെ. അതേപോലെയാണ് മതിച്ചു വരുന്ന ആന. ഇപ്പം അമ്പലങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ, ക്ഷേത്രത്തിലെ ഓരോ ആന എഴുന്നള്ളത്തിന് ഇപ്പം സ്ഥിരമായിട്ട് മതിച്ചു വരുന്ന ആനയുടെ സ്വഭാവം നമ്മൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അപ്പം മതിച്ചു വരുന്ന ആനയുടെ അടുത്ത് ചെന്നാൽ അതായിരിക്കും അവസ്ഥ. പിന്നെ പശുവിൻ പിമ്പെ പാഞ്ഞു വരുന്ന കാള. പശുവിൻ്റെ പിമ്പെ പാഞ്ഞു വരുന്ന കാളയെന്ന് പറയുമ്പം നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ ഏത് തരത്തിലുള്ള സ്വഭാവമായിരിക്കും ആ കാളയുടെ എന്നുള്ളത്. അതേപോലെയാണ് വിദ്യാഭ്യാസം ചെയ്ത ദുഷ്ടർ. ദുഷ്ടന്മാർക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ അത് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുന്നത്. അപ്പം ദുഷ്ടരായ ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും, അവരുടെ അടുത്തൊന്നും ചെന്ന് നമ്മൾ പെട്ടുപോകരുത്. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് ഈ സുഭാഷിതത്തിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ എല്ലാത്തിനും ഓരോ സ്ഥലത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ള, അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ അവരുമായിട്ട് എങ്ങനെ ഇടപഴകണം, എങ്ങനെ അവരുമായിട്ട് പെരുമാറണം എന്നൊക്കെയാണ് സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഓരോ അവസരങ്ങൾ. അപ്പോൾ നമ്മൾ സുഭാഷിതങ്ങൾ കേൾക്കുമ്പോൾ ഇത് കേട്ട് ഇറങ്ങി പോകാതെ നമ്മളെ അല്പം ഒന്ന് ഉള്ളിലേക്ക് ഇത് ലയിപ്പിക്കുമ്പോൾ ഇന്ന ഒരാൾ ഇന്ന ഒരു അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ഓർക്കാം, ഇന്ന സുഭാഷിതത്തിൽ നമ്മൾ കേട്ടതാണല്ലോ ഇത്. അപ്പോൾ സുഭാഷിതം എന്ന് പറയുന്നത് നല്ല ഭാഷിതങ്ങൾ, അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് പകർത്താം. നമസ്തേ.